നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനങ്ങൾക്കുള്ള GST നഷ്ടപരിഹാരം അവസാനിച്ചു. കോവിഡ് കാലത്ത് പണം നൽകിയത് കടമെടുത്ത്. NK പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മാസ് മറുപടിയുമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനങ്ങൾക്കുള്ള GST നഷ്ടപരിഹാരത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങൾക്ക് GST നഷ്ടപരിഹാരം നൽകുന്ന നടപടി 2022 മാർച്ചിൽ അവസാനിച്ചുവെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് മറുപടിയായാണ് അവർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. GST നഷ്ടപരിഹാരം നൽകുന്ന നടപടി അവസാനിപ്പിച്ചത് നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമായിരുന്നുവെന്ന് അവർ ലോക്സഭയിൽ വ്യക്തമാക്കി. GST നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ സംസ്ഥാനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്ത് കാലാവധി വർദ്ധിപ്പിക്കുമോ എന്ന് കൊല്ലം MP ലോക്സഭയിൽ ചോദിച്ചിരുന്നു. കോവിഡ് കാലത്ത് പണമില്ലാത്തതിനാൽ കടമെടുത്താണ് സംസ്ഥാനങ്ങൾക്ക് GST നഷ്ടപരിഹാരം നൽകിയത്. ഇപ്പോൾ സെസ് പിരിക്കുന്ന നഷ്ടപരിഹാരം നൽകാൻ കടമെടുത്ത പണവും പലിശയും നൽകുന്നതിന് വേണ്ടി മാത്രമാണ്. അറ്റോർണി ജനറലിന്റെ ഉപദേശമനുസരിച്ചും GST കൗൺസിലിന്റെ തീരുമാനപ്രകാരവും നഷ്ടപരിഹാര സെസ് ദീർഘിപ്പിച്ചിരിക്കുന്നതെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയെ അറിയിച്ചു. ഏതായാലും ഇത്തരത്തിൽ GST നഷ്ടപരിഹാരം ആ തുക നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് തുക തരാനുണ്ട് എന്ന കള്ളക്കണക്കുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് പിണറായി വിജയൻ അടക്കമുള്ളവർ സമരത്തിനായി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ഇന്ന് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമരം നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിക്കുന്ന എല്ലാ പണവും മറ്റൊരു രീതിയിൽ ധനസമാഹരണത്തിനുള്ള മാർഗങ്ങളിലേക്കുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ആ പണമെല്ലാം പെൻഷനും അതുപോലെ തന്നെ കുടിശ്ശികകളും ഒക്കെ കൊടുത്തു തീർക്കുമ്പോൾ ദീർഘകാല ചിന്തയോ അല്ലെങ്കിൽ പണം തിരിച്ച് വരണമെന്നോ ഏതെങ്കിലും രീതിയിൽ സംസ്ഥാനത്തിന് പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണമെന്നോ പിണറായി വിജയനും കൂട്ടർക്കും അറിയില്ല. കിട്ടുന്ന കേന്ദ്രം നൽകുന്ന തുക ആ തുക വീതിച്ചെടുക്കുക, ഒപ്പം മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 2-3 മാസം കൂടിയിരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ചെറിയ തുകയാണെങ്കിൽ പോലും അത് നൽകുക എന്നത് മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂടി മുടങ്ങുന്ന അവസ്ഥ എത്തിയപ്പോഴാണ് വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാകുമ്പോൾ ആ ജനരോഷത്തെ തണുപ്പിക്കാൻ അല്ലെങ്കിൽ പാവങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധാരണക്കാരന് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ കേന്ദ്രം തരാനുണ്ട്, കേന്ദ്രം BJP ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കേന്ദ്രം ഞങ്ങൾക്കൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത് നമുക്കറിയാം. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസും പോയിരുന്നു. അതായത് കിഫ്ബിക്ക് പോലും എടുത്ത തുകകളൊന്നും തന്നെ കിഫ്ബിക്കായി എടുക്കുന്ന തുകകൾ പോലും വകയിരുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നതിനപ്പുറത്തേക്ക് ഇതിലൊരു വാസ്തവമില്ല എന്നാണ്. സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ സുപ്രീം കോടതിയിലും കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്ന വളരെ കൃത്യമായ തന്നെ സത്യവാങ്മൂലമുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കേരളത്തിലെ സർക്കാർ നേരിടുന്നതെന്നും കേരളത്തിലെ സർക്കാർ ക്ഷേമ പെൻഷനുകളിൽ കൊടുത്തു തീർക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഈ പണം ഉപയോഗിക്കുന്നതെന്നും ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ പണം തിരിച്ച് പിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉൽപാദന പ്രക്രിയകൾക്കോ തിരിച്ച് പണം ഖജനാവിലേക്ക് വരേണ്ട തരത്തിലുള്ള ദീർഘകാല പദ്ധതികളിൽ ഒന്നും തന്നെ പണം നിക്ഷേപിക്കുന്നില്ല എന്നും വളരെ കൃത്യമായി തന്നെ അവർ പറയുന്നു. അതുകൊണ്ട് ഈ പറയുന്ന കള്ളത്തരങ്ങളെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് വളരെ കൃത്യമായി തന്നെ നിർമ്മലാ സീതാരാമൻ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. GST നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലായാലും കൊടുത്തു തീർക്കേണ്ട പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവർ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി. കേരളത്തിലെത്തിയപ്പോൾ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടക്കുന്നത് കൊണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ അവരുടെ ക്യാമറകൾ ഓൺ ചെയ്തോ എന്ന് ഉറപ്പിച്ച ശേഷം നിർമ്മലാ സീതാരാമൻ ഒരു പൊതുപരിപാടിക്കിടയിൽ ഇത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ ഇതിന്റെ കണക്ക് വിവരങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുക്കാനുള്ള തുകയെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും ഈ പലവട്ടം പറയുമ്പോൾ ചില കാര്യങ്ങൾ സത്യമാകുന്ന ഗിബൽസ്യൻ തന്ത്രം പോലെ ഇത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ വിശ്വസിക്കും ഇത് ശരിയാണ് എന്ന്. കാരണം BJP സർക്കാർ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ ശത്രുക്കളായി കാണുന്നു, അതുകൊണ്ടൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത് രാജസ്ഥാനും അതുപോലെ തന്നെ ബീഹാറിനും ഒക്കെ കൊടുക്കേണ്ട തുക കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ്. രാജസ്ഥാനും ബീഹാറിലും ഒക്കെ, ബീഹാറിൽ അടുത്തിടെയാണ് രാഷ്ട്രീയ മാറ്റം സംഭവിച്ചത്. അതിനിടെ കൃത്യമായി തന്നെ രാജസ്ഥാനിലും ബീഹാറിലും ഒക്കെ പണം കിട്ടുന്നുണ്ടെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്റ്റാലിനെ കൂട്ടുപിടിച്ചുകൊണ്ടും കർണാടക സർക്കാരിനെ കൂട്ടുപിടിച്ചുകൊണ്ടും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാനായി ഇവർ ശ്രമിക്കുന്നുണ്ട്. സ്റ്റാലിൻ മറ്റൊന്നും പറയുന്നില്ലെങ്കിലും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് പണം കിട്ടുന്നില്ല എന്ന് സ്റ്റാലിൻ പറയുന്നില്ല. കർണാടകയുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ്. കർണാടകയും ഇവരുമാണ് ഇപ്പോൾ കർണാടക സർക്കാരും കേരള സർക്കാരും ഇത്തരത്തിലുള്ള ചില വ്യാജവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ വരുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും കർണാടക ഇന്നലെ സമരം നടത്തി, അതിന് പിന്നാലെ ഇന്ന് ഇപ്പോൾ കേരളവും സമരവുമായി രംഗത്ത് വരുന്നു. എന്നാൽ DMK ഇവർക്ക് അനുകൂലമായി അവിടേക്ക് വരുന്നു. അതും പിണറായി വിജയന് ഹറാമായ കറുപ്പ് ധരിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു. ഇനിയും പിണറായി വിജയൻ കറുപ്പിനെ ഹലാലാക്കുമോ എന്നാണ് അറിയേണ്ടത്.